കാസ്റ്റ് സിസ്റ്റം എന്താണ്? ഒരു പൊളിറ്റിക്കൽ സിസ്റ്റമാണ്, ഒരു സിസ്റ്റം ഓഫ് ഗവൺമെൻറ്. ഒരു രാജ്യത്ത് പോയി ആ രാജ്യത്തുള്ള സോഷ്യൽ ഗ്രൂപ്പ്സിനെ എല്ലാം 5 ഗ്രൂപ്പ്സായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നു. അതിലൂടെ സിവിൽ, പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് റൈറ്റ്സ് കൊടുക്കുന്നു, എടുത്തു കളയുന്നു. സർ, പലപ്പോഴും പൊതുമണ്ഡലങ്ങൾക്കകത്ത് യാതൊരു മടിയും ഇല്ലാതെ ആര്യ ബ്രാഹ്മണനാണ് എന്നൊക്കെ ക്ലെയിം ചെയ്യുന്ന പല ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ ഇവരൊക്കെ നമ്പൂതിരി സമുദായത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ്. അപ്പം എവിടെയെങ്കിലും സാർ ഈ നമ്പൂതിരി സമുദായത്തിൽപ്പെട്ട ഒരാൾ ബ്രാഹ്മണനാണെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ യഥാർത്ഥത്തിൽ? ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്. ഈ ശ്രുതികളിൽ, അതാണല്ലോ ഏറ്റവും ഹയസ്റ്റ് ഡോക്യുമെന്റ്, ഈ നമ്പൂതിരി എന്താണ് ചിത്പവൻ, ദ്വിവേദി, ത്രിവേദി ഇങ്ങനത്തെ പേരുകളൊന്നുമില്ല. ഈ സമുദായങ്ങളുടെ പേരുകളൊന്നുമില്ല. ഈ 4 ഇനങ്ങളുടെ പേര് ഈ പുരുഷ സൂക്തത്തിലുണ്ട്. പക്ഷെ ഈ പേര് മനുഷ്യ കൂട്ടങ്ങളുടെ പേരാണെന്നുമില്ല. അപ്പൊ ഇതൊക്കെ എഴുതി ഉണ്ടാക്കുന്ന ഇവര് തന്നെയാണ്. ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എങ്ങനെ, നിങ്ങളുടെ കമ്മ്യൂണിറ്റി എങ്ങനെ ബ്രാഹ്മണനാന്ന് ചോദിച്ചാൽ അവർ പറയും ഞങ്ങൾ തന്നെ പറഞ്ഞുണ്ടാക്കിയാണെന്ന് അവർ എന്നോട് പ്രൈവറ്റ്ലി അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാറ്റഗറൈസേഷൻ, കാറ്റഗറൈസ് ഈ 4 ഇനങ്ങളെ തന്നെ മനുഷ്യർ എഴുതി ഉണ്ടാക്കുന്നു. എന്നിട്ട് സമുദായങ്ങൾ ഇതിൽ കാറ്റഗറൈസ് ചെയ്യുന്നു. എന്നിട്ട് ഞങ്ങളുടെ സമുദായങ്ങൾ ഇതിൽ ഇന്ന ഇനങ്ങളിൽ പെട്ടതാണെന്ന് പറയുന്നത് ബേസിക്കലി കാറ്റഗറി 1-ൽ പെട്ട ആൾക്കാരാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കാറ്റഗറിയിൽ പെടണമെങ്കിൽ വ്യക്തിക്ക് പെടാൻ പറ്റില്ല. അതുകൊണ്ടാണ് കർമ്മണ ബ്രാഹ്മൺ ഉണ്ടാകാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഒരു വ്യക്തിക്ക് ഡയറക്റ്റ്ലി ഈ കാറ്റഗറിയിൽ കയറാൻ ഒക്കില്ല. ഒരു ഗ്രൂപ്പിന് മാത്രമേ കയറാൻ ഒക്കുള്ളൂ. ആ ഗ്രൂപ്പിൽ ജനിക്കുന്നവർക്ക് അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൽ ചേർക്കുന്നവർക്ക് ഈ ബ്രാഹ്മണാകാം. പക്ഷേ ഒരു ചരിത്രത്തിൽ എവിടെയും ഒരു വ്യക്തി ഡയറക്റ്റ്ലി ഈ കാറ്റഗറിയിലേക്ക് പോകുന്ന ഒരു പാതയില്ല. അപ്പോൾ അങ്ങനെയാണ് ഈ സമുദായങ്ങളെ ഇവർ കാറ്റഗറൈസ് ചെയ്ത് ക്ലെയിം ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഈ ഞങ്ങളുടെ സ്റ്റേറ്റസിന് ക്ലെയിം ചെയ്യണം. അപ്പോൾ ഇത് തീർച്ചയായിട്ടും പിന്നെ ഇതുപോലെ തന്നെ ഈ 4 പ്രിവിലേജ്ഡ് കാറ്റഗറീസിൽ പെടാത്ത സമുദായങ്ങൾ ആരാണെന്ന് പറയുന്നത് ഇവർ തന്നെയാണ് പറയുന്നത്, അല്ലാതെ വേറെ ഒരു റിലീജിയസ് ബേസിസും ഇല്ല. അപ്പം ഇവർ തന്നെ പലരും പറയുന്നത് ഈ പുരുഷ സൂക്തം പിൽക്കാലത്ത് ചേർത്തതാണ്, അല്ല ഋഗ്വേദത്തിൻ്റെ ഭാഗം അല്ല എന്ന്. എനിക്ക് അതും വളരെ പ്ലോസിബിളായിട്ട് തോന്നുന്നു. എന്ന് വെച്ചാൽ ഈ എൻറ്റയർ സിസ്റ്റം, ഈ 4 പേര് ഋഗ്വേദത്തിൽ കൊണ്ടുവരിക, ഈ 4 പേര് മനുഷ്യ സമൂഹത്തിൻ്റെ കാറ്റഗറീസ് ആണെന്ന് പറയുക, ചില സമുദായങ്ങളെ മാത്രം ഇതിൽ ഉൾപ്പെടുത്തുക, ബാക്കിയുള്ളവർ ഇതിൽ പെടാത്തവരാണെന്ന് പറയുക, ഈ സമുദായങ്ങൾക്ക് പ്രിവിലേജസ് കൊടുത്തിട്ട്, റൈറ്റ്സ് കൊടുത്തിട്ട്, സോഷ്യൽ, ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് കൊടുത്തിട്ട് ബാക്കി എല്ലാവർക്കും ആ റൈറ്റ്സ് ഡിനൈ ചെയ്യുക. ഇതൊക്കെ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ആക്ഷൻസ് ആണ്, ഡൺ ബൈ ഹ്യൂമൻ ബീങ്സ്. അല്ലാതെ ഇതൊരു ദൈവികമാണെന്നുള്ളൊരു വ്യാജമായിട്ടുള്ളൊരു ക്ലെയിം ആണെന്ന് വളരെ 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 ക്ലിയർ ആണ്. ഇത് മറ്റേ ഒരു മലയാള സിനിമയ്ക്കകത്ത് ഞാൻ എന്നെ തന്നെ വിളിക്കുന്ന വിമൽ കുമാറാണെന്ന് പറഞ്ഞ പോലെ ഞാൻ എന്നെ തന്നെ വിളിക്കുന്ന പേരാണ് ആര്യബ്രാഹ്മണനാണ് എന്ന പോലെ തന്നെ. പിന്നെ ഇതിൽ പെടാത്തവര്, അതായത് ഇപ്പോൾ നമ്മുടെ പുലയ കമ്മ്യൂണിറ്റി ആയാലും സാംബവ കമ്മ്യൂണിറ്റി ആയാലും ഈഴവ കമ്മ്യൂണിറ്റി ആയാലും ഇവരൊക്കെ ഇതിലൊന്നും പെടാത്തവരാണ്, ഇവർ അൺടച്ചബിൾ ആണെന്ന് പറയുന്ന ആരാണ്? എവിടെ എഴുതിയിട്ടുണ്ട്? വല്ല ശ്രുതിയിൽ എഴുതിയിട്ടുണ്ടോ? ഇത് ഇവരൊക്കെ തന്നെ പറയുന്നതാണ്. അപ്പം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഈ ബേസിക്കലി ഒരു ബേസിക് പോയിന്റ് പറഞ്ഞാൽ, കാസ്റ്റ് സിസ്റ്റം എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്ത് സമുദായങ്ങളെ 4 കാറ്റഗറി, അതിൽ പെടാത്തവരും 5ാമത്തെ കാറ്റഗറി, ഈ 5 കാറ്റഗറിയിലായിട്ട് സമുദായങ്ങളെ കാറ്റഗറൈസ് ചെയ്തിട്ട് സിവിൽ, പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് റൈറ്റ്സ് അതിലൂടെ കൊടുക്കുകയും എടുത്തു കളയുകയും ചെയ്യുന്ന ഒരു സിസ്റ്റം, ഒരു പൊളിറ്റിക്കൽ സിസ്റ്റമാണ് കാസ്റ്റ്. ഒരു സിസ്റ്റം ഓഫ് ഗവൺമെന്റ് ആണ്. ഇൻ കോൺട്രാസ്റ്റ് ഡെമോക്രസി എന്താണ്? എല്ലാ വ്യക്തികൾക്കും തുല്യ അവകാശങ്ങളും തുല്യ മനുഷ്യത്വവും തുല്യ പൗരത്വവും കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് ഡെമോക്രസി. കാസ്റ്റ് സിസ്റ്റം എന്താണ്? ഒരു പൊളിറ്റിക്കൽ സിസ്റ്റമാണ്, ഒരു സിസ്റ്റം ഓഫ് ഗവൺമെന്റ്. ഒരു രാജ്യത്ത് പോയി ആ രാജ്യത്തുള്ള സോഷ്യൽ ഗ്രൂപ്പ്സിനെ എല്ലാം 5 ഗ്രൂപ്പ്സായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നു. അതിലൂടെ സിവിൽ, പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് റൈറ്റ്സ് കൊടുക്കുന്നു, എടുത്തു കളയുന്നു. എന്നിട്ട് അങ്ങനെ ഭരിക്കുന്നു. ഒരു കൂട്ടത്തിനെ ഒരു അടിമകളായി മാറ്റുന്നു. വ്യക്തിക്ക് യാതൊരു റൈറ്റ്സും ഇല്ല. ഈ കാറ്റഗറിയിൽ പെട്ടാൽ മാത്രമേ റൈറ്റ്സ് കിട്ടുള്ളൂ. ഈ 4 കാറ്റഗറിയിൽ പെട്ടാൽ നമ്പർ 1-ലാണെങ്കിൽ ഏറ്റവും കൂടുതൽ റൈറ്റ്സ്, 2-ൽ അതിനേക്കാളും കുറച്ച് കുറവ്, 3-ൽ കുറച്ചുകൂടെ കുറവ്, 4-ൽ അതിനേക്കാളും കുറവ്. ഇതിൻ്റെ പുറത്താണെങ്കിൽ ഇൻഡിവിജ്വൽ റൈറ്റ്സും ഇല്ല, ഒരു റൈറ്റ്സും ഇല്ല, അടിമകളാണ്. ഇത് അപ്പോൾ ഒരു സിസ്റ്റം
ഓഫ് ഗവൺമെൻറ് ബേസ്ഡ് ഓൺ സ്ലേവറി ആൻഡ് ബേസ്ഡ് ഓൺ ഓളിഗാർക്കി. അതാണ് കാസ്റ്റ് സിസ്റ്റം ആക്ച്വലി. ഇതിനെ സനാതനമാണ്, പൂർവ്വജന്മ കർമ്മ ഫലമാണ് ഒക്കെ പറയുന്നത് ഇത് വെറും ജസ്റ്റിഫിക്കേഷനാണ്. അറ്റ് ദി എസെൻസ് ഓഫ് ഇറ്റ് ഞാനിപ്പോൾ കാസ്റ്റിനെ ലീഗൽ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഞാൻ ഡിഫൈൻ ചെയ്യുന്നത്. സോഷ്യൽ ആൻഡ് സോഷ്യോളജിക്കലായിട്ടൊന്നും ഒരു ക്ലിയർ ഡെഫിനിഷൻ ഇല്ല. കോൺസ്റ്റിറ്റ്യൂഷനിൽ കാസ്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ലീഗൽ പോയിന്റ് ഓഫ് വ്യൂവിൽ കാസ്റ്റിനെ ഡിഫൈൻ ചെയ്തേ പറ്റൂ. അപ്പം ഞാൻ ലീഗലായിട്ട് ഡിഫൈൻ ചെയ്യുന്നത് കാസ്റ്റ് ഇസ് എ സിസ്റ്റം ടു വെസ്റ്റ് ആൻഡ് ടേക്ക് അവേ civil, political and economic rights from individuals based on their membership of groups. ആ മെമ്പർഷിപ്പ് ഓഫ് ഗ്രൂപ്പ്സ് കമ്പൽസറി ആക്കുന്നു. അവിടെയാണ് അംബേദ്കറിൻ്റെ എൻഡോഗമി വരുന്നത്. നമ്മൾ ജനിക്കുന്ന ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് മാറാനൊക്കില്ല. ആ ഗ്രൂപ്പ്സ് തമ്മിൽ മിക്സ് ചെയ്യാൻ പാടില്ല. അപ്പോൾ വ്യക്തിയെ ഇറേസ് ചെയ്യുന്നു, ഗ്രൂപ്പ്സിനെ ഐസൊലേറ്റ് ചെയ്യുന്നു, സൊസൈറ്റിയെ വളരെ ഡീപ്പായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് ഇത് മാറാൻ പാടില്ല എന്ന് പറയുന്നു. എന്നിട്ട് ആ ഗ്രൂപ്പ്സിനെ ഈ 5 കാറ്റഗറി ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ട് ആ കാറ്റഗറൈസേഷനാണ് കാസ്റ്റ് സിസ്റ്റം. എന്നിട്ട് അവരുടെ റൈറ്റ്സ് എല്ലാം എടുത്തു കളയുന്നു, അവർ അടിമകളാവുന്നു. അപ്പോൾ കാസ്റ്റ് ഒരു പൊളിറ്റിക്കൽ സിസ്റ്റമാണ്. അതിനെ ഈ ഭരണഘടനയിലുള്ള ഡോക്ടർ അംബേദ്കറിൻ്റെ ഡെമോക്രാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ അതിനെ ചാലഞ്ച് ചെയ്യുന്നു, അതിനെ ഇല്ലാതാക്കുന്നു. അതുകൊണ്ടാണ് വർണ്ണഘടനയും ഭരണഘടനയും തമ്മിലുള്ള വലിയ യുദ്ധമാണ് ആക്ച്വലി ഇവിടെ നടക്കുന്നത്.